എഫ് സി ബാഴ്സലോണയും ബാക്കിയുള്ള ടീംസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒട്ടുമിക്ക ടീമുകളും അവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത് പുതിയ പുതിയ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടാണ്. ബാഴ്സലോണ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല, ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട്. എങ്കിലും അവരുടെ സ്ക്വാഡിലുള്ള ഒട്ടുമിക്ക പ്ലേയേഴ്സും ലാമാസിയ പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാമിൻ യമാൽ, കുബാസി, ബാൽദെ, ഗാവി, ഫെർമിൻ ലോപ്പസ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ലാമാസിയ അക്കാദമിയിലൂടെ വളർന്നു വന്നിരിക്കുന്ന പ്ലേയേഴ്സാണ്. ഇനി ലെജൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലിയോണൽ മെസ്സി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്, പി കെ, ചാവി, പുയോള് ഈ പ്ലേയേഴ്സൊക്കെ ലാമാസിയ അക്കാദമിയിലൂടെ വളർന്നു വന്നിരിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ബാഴ്സലോണ ഒരുപാട് മുന്നിലാണ്. ഒരുപാട് ക്ലബ്ബുകൾ ഇങ്ങനെ പ്ലേയേഴ്സിനെ വാർത്തിയെടുക്കുന്നുണ്ട്. അയാക്സ്, സ്പോർട്ടിങ് ഇതൊക്കെ അതിൽ മുന്നിൽ തന്നെയുള്ള ക്ലബ്ബുകളാണ്. എന്നാലും ഇവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും എപ്പോഴും ബാഴ്സലോണ തന്നെയാണ് മുന്നിലുള്ളത്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ടീം കൊണ്ടാണ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ ബാഴ്സലോണ ഇത്ര നന്നായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബാഴ്സലോണയെ സമ്മതിച്ചേ മതിയാവും. ആ ഒരു പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ആ ഒരു അക്കാദമിയുടെ കഴിവ് അത് എക്സെപ്ഷണലാണ്.